ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി കാണുന്ന കൂട്ടുകാർ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കാലത്തെ സുമിത്ര എഴുന്നേറ്റ് അടുക്കളയിൽ വന്നപ്പോൾ തന്നെ ലക്ഷ്മിയും ഉണർന്നിരുന്നു. മോളിന്ന് നേരത്തെ എഴുന്നേറ്റോ? അവരാരും എഴുന്നേറ്റില്ലായിരിക്കും അല്ലേ അമ്മേ? ഇല്ല മോളെ, അവളുമാർ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എന്തൊക്കെയോ എഴുതാനുണ്ടായിരുന്നു രണ്ടാൾക്കും. പിന്നെ ശേഖരേട്ടന് ഇന്നലെ വൈകിട്ട് നല്ല ദേഹത്തിന് വേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ചൂടൊക്കെ പിടിച്ചിട്ടാണ് കിടന്നത്. ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം അമ്മേ. മെഡിസിൻ മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് മാറത്തുള്ളൂ. ഓ, എത്ര പറഞ്ഞാലും ആശുപത്രിയിൽ പോകില്ല മോളെ. അതാണ് അച്ഛൻ്റെ രീതി. അമ്മ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാനും കൂടി പറയാം. ലക്ഷ്മി ചായ എടുത്ത് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഒരു കപ്പ് ചായയുമായിട്ട് അവൾ തൻ്റെ മുറിയിലേക്ക് പോയി. അവൾ റൂമിലെത്തിയപ്പോൾ വൈശാഖൻ ബാത്റൂമിലായിരുന്നു. കാപ്പി മേശമേൽ വെച്ചിട്ട് അവൾ വേഗം പുറത്തേക്കിറങ്ങി. വീണയും ഉണ്ണിമോളും കൂടി എണീറ്റ് വന്നിട്ടുണ്ട്. അവർക്ക് രണ്ടാൾക്കും ഇന്ന് ക്ലാസ് ഉണ്ട്. ഏട്ടത്തി എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. ഉണ്ണിമോളായിരുന്നു അത്. അവൾ തിരിച്ചങ്ങോട്ടും വിഷ് ചെയ്തു. അപ്പോഴേക്കും വൈശാഖനും അങ്ങോട്ട് വന്നു. ലക്ഷ്മിയാണെങ്കിൽ അവന് മുഖം പോലും കൊടുക്കുന്നില്ല. ഏട്ടത്തി, വാക്ക് മാറ്റല്ലേ. ഇന്നലെ പറഞ്ഞ കാര്യം. ഉണ്ണിമോൾ അത് പറയുമ്പോൾ എല്ലാവരും അവളെ നോക്കി. എന്താണ് രണ്ടാളും തമ്മിൽ ഒരൊത്തുകളി? വൈശാഖൻ ഉണ്ണിമോളോട് ചോദിച്ചു. വല്യേട്ടാ, ഇന്ന് ഏട്ടത്തി എന്നെയും വീണ ചേച്ചിയെയും സ്കൂളിൽ വിടുമല്ലോ. ഇന്ന് എനിക്ക് ഒന്ന് ഷൈൻ ചെയ്യണം. ആഹാ, എന്നിട്ടോ? ഇവളുടെ കോളേജിലേക്ക് കുറച്ചു ദൂരമില്ലേ? അവൻ വീണയെ നോക്കി ചോദിച്ചു. അതിനെന്താ ഏട്ടാ, ഏട്ടത്തി ഒരുപാട് ദൂരെ വണ്ടി ഓടിച്ചു പോകുന്നതാണല്ലോ. വേണ്ട വേണ്ട, നിങ്ങളെ രണ്ടാളെയും ഇറക്കി വിട്ടിട്ട് ലക്ഷ്മി പിന്നെ ഇങ്ങോട്ട് തനിച്ചു വരണ്ടേ? അവൻ അവരെ വിലക്കി. ലക്ഷ്മി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ മുറിയിലേക്ക് കയറിപ്പോയതും ലക്ഷ്മിയും പിന്നാലെ പോയി. അവൾ ചെന്നപ്പോൾ അവൻ കുളിക്കാൻ കയറുവാൻ തുടങ്ങുകയായിരുന്നു. അതേയ്, ഇന്ന് അവരെ രണ്ടാളെയും ക്ലാസ്സിൽ വിട്ടിട്ട് ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോകും. അത് കഴിഞ്ഞ് വൈകിട്ട് അവർ വരുന്ന സമയമാകുമ്പോൾ ഞാൻ തിരിച്ചു വന്നോളാം. വൈശാഖൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ അല്പം പിന്നോട്ടു മാറി. കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ പോയിട്ട് വന്നത്? ഇന്നെന്തിനാ പോകുന്നത്? അവർ നിന്നോട് ചെല്ലാൻ പറഞ്ഞോ? അവർ ആരും ഒന്നും പറഞ്ഞില്ല. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് കാണണമെന്ന് തോന്നി. ഇതാ, വീഡിയോ കോൾ ചെയ്. അവൻ ഫോണെടുത്ത് അവൾക്ക് നേരെ നീട്ടി. പക്ഷേ അതവൾ മേടിച്ചില്ല. നീ തന്നെ അല്ല ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, കേട്ടോ. ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. അവൻ കുളിക്കാനായി കയറിപ്പോയി. ലക്ഷ്മി ഫോണെടുത്ത് നോക്കിയപ്പോൾ ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്ന് വിളിച്ച മിസ്ഡ് കോൾ കണ്ടു. അവൾ അപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. ഹലോ അച്ഛാ. ആ, ഞാനിപ്പോഴാ കണ്ടത്. നല്ല മഴയായിരുന്നു അച്ഛാ. അമ്മ എവിടെ? അമ്മ ഇവിടെ ഉണ്ട് മോളെ. ഇവിടെയും മഴയായിരുന്നു. വൈശാഖൻ ജോലിക്ക് പോകാൻ തുടങ്ങിയോ? തുടങ്ങി അച്ഛാ, ഇന്നലെ മുതൽ. അവൾ അലക്ഷ്യമായി മറുപടി പറഞ്ഞു. അച്ഛാ, ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് നിങ്ങളെ രണ്ടാളെയും കാണാൻ കൊതിയായി. അത് പറയുമ്പോൾ അവളുടെ കണ്ടമിടറി. അച്ഛനും അമ്മയും കൂടി ഞായറാഴ്ച വരുന്നുണ്ടല്ലോ മോളെ. അമ്മയോട് ഞാൻ ഇത്തിരി കഴിഞ്ഞു വിളിക്കാമെന്ന് പറയാമോ? അവൾ ഫോൺ വേഗം കട്ട് ചെയ്തു. അച്ഛാ, എന്നെ കല്യാണം കഴിച്ചു വിടേണ്ട. നിങ്ങൾക്ക് ചെക്കനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചോണ്ട് വരാം. കുഞ്ഞു ലക്ഷ്മി കിലുകിലെ പറയുകയാണ്. അതെന്താ മോളൂട്ടി ചെക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്? അശോകൻ അവളെ എടുത്തുപൊക്കി. അതോ, അതേ, എനിക്ക് അച്ഛനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് സങ്കടം വരും. അച്ഛനെ കാണാതെ ഞാൻ കരയും. ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. അറിയാതെ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വൈശാഖൻ ഇറങ്ങി വന്നപ്പോൾ അവൾ കണ്ണുനീർ ഒപ്പുകയാണ്. എന്താ, എന്തു പറ്റി? ഇയാൾ എന്താ കരയുന്നത്? അവൻ വന്ന് അവളുടെ താടി പിടിച്ചുയർത്തി. വേഗം അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി. അവൻ അവളെക്കാൾ വേഗത്തിൽ ചെന്ന് വാതിലടച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് വാതിൽ ചാരി നിന്നു. ആ, നീ എന്ന് ഇറങ്ങുന്നത് ഞാൻ കാണട്ടെ. മാറി നിൽക്ക് അങ്ങോട്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പൊയ്ക്കോ, ഞാൻ മാറാം. എന്തിനാണ് നീ കരഞ്ഞത്? അത് പറ. അവൻ അവൾക്ക് തടസ്സമായി തന്നെ നിൽക്കുകയാണ് അപ്പോഴും. വേഗം അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി. എൻ്റെ വിധി ഓർത്ത് ഞാൻ കരഞ്ഞതാണ്. എന്തേ, ഇനി വല്ലതും ചെയ്യാൻ പറ്റുമോ? വൈശാഖൻ ഒന്ന് പകച്ചു. ഇത്രയും പെട്ടെന്ന് നിനക്കെന്നെ മടുത്തോ ലക്ഷ്മി? ആ, മടുത്തു. എനിക്ക് മതിയായി. ഈ ജാതകദോഷം കാരണം എനിക്ക് എൻ്റെ ലൈഫ് വേസ്റ്റായി, അവൾ പറഞ്ഞു. എങ്കിൽ നീ നിന്റെ വീട്ടിൽ പൊയ്ക്കോ. ഞാൻ ആരെയും തടയുന്നില്ല. വൈശാഖൻ വാതിൽ തുറന്നു കൊടുത്തു. പക്ഷേ അവൾ പുറത്തേക്ക് പോയില്ല. മുറിയിൽ കിടന്ന കസേരയിൽ പോയി അവൾ വെറുതെ ഇരുന്നു. നീ പോകുന്നില്ലേ? അവൻ ചോദിച്ചു. എങ്ങോട്ട്? നീയല്ലേ പറഞ്ഞത് അവളുമാരെ കൊണ്ട് വിടാൻ പോകണമെന്ന്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണമെന്ന്. ആ, ഞാൻ പോകുന്നില്ല. ഉണ്ണിമോൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നീ ചെല്ല്. മോനെ വൈശാഖ, സുമിത്ര ഉറക്കെ വിളിച്ചു. എന്താ അമ്മേ? അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു.
ഒന്നും മനസ്സിലാകാതെ ലക്ഷ്മിയും ഓടി. എല്ലാവരും അതീവ സന്തോഷത്തോടെ നിൽക്കുകയാണ്. മോനെ, വിജി ഇപ്പോൾ വിളിച്ചു. നീ നീ ഒരു മാമനാകാൻ പോകുന്നു, സുമിത്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എൻ്റെ അമ്മേ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അവനും ചിരിച്ചു. നീ എന്തിനാ പേടിക്കുന്നത്? അമ്മയുടെ വിളി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു. നീ പോ ചെറുക്കാൻ മിണ്ടാതെ. അവർ കൈയോങ്ങി. ഇനി നമ്മുടെ വീട്ടിൽ എന്നാണ് ഒരു കുഞ്ഞുവാവ വരണത്? സുമിത്ര ലക്ഷ്മിയെ നോക്കി പറഞ്ഞു. ആദ്യമായാണ് അവളുടെ മുഖത്ത് ഈ ലജ്ജ എന്ന ഭാവം കണ്ടത് എന്ന് വൈശാഖൻ ഓർത്തു. അതേ, ഇവിടെ ഒരു കുഞ്ഞുവാവ വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഉണ്ണിമോളും അത് ശരിവെച്ചു. ആരൊക്കെ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, ഇത് നിന്റെ ചേട്ടത്തി അമ്മ വിചാരിക്കണം. വൈശാഖൻ മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് തിരികെ റൂമിലേക്ക് പോയി. ലക്ഷ്മി അപ്പോൾ തന്നെ വിജിയെ വിളിച്ചു. അവൾ തൻ്റെ വീട്ടിലും ഈ സന്തോഷ വാർത്ത വിളിച്ചു പറഞ്ഞു. വൈകാതെ വൈശാഖൻ ഓഫീസിലേക്ക് പോയി. അന്ന് ഉണ്ണിമോളെയും വീണയെയും സ്കൂളിൽ കൊണ്ടുപോയി വിട്ടത് ലക്ഷ്മിയായിരുന്നു. പക്ഷേ അവൾ തൻ്റെ വീട്ടിലേക്ക് പോയില്ല. അവൾ അവരെ രണ്ടാളെയും കൊണ്ടുവിട്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ ശേഖരനും സുമിത്രയും പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവർ രണ്ടാളും വിജിയെ കാണാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞിരുന്നു. ലക്ഷ്മിയും വൈശാഖനും പെൺകുട്ടികളും ചേർന്ന് മറ്റൊരു ദിവസം പോകുവാനാണ് തീരുമാനിച്ചത്. മോളെ, എല്ലാം അമ്മ കാലമാക്കിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് എല്ലാം എടുത്ത് കഴിച്ചോണം. നിനക്ക് തനിച്ചിരിക്കാൻ പേടിയുണ്ടോ മോളെ? സുമിത്ര ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. ഇല്ല അമ്മേ, എന്തിനാ പേടിക്കണത്? ഞാനിവിടെ ഇരുന്നോളാം. അമ്മ പോയിട്ട് വാ. കുറച്ചു കഴിഞ്ഞതും അവർ രണ്ടാളും വിജിയുടെ വീട്ടിലേക്ക് പോയി. ലക്ഷ്മി വീടിനകത്ത് കയറി വാതിലടച്ച് ബോൾട്ടിട്ടു. ഇടയ്ക്ക് അവൾ നോക്കിയപ്പോൾ സുമിത്രയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അവൾ നോക്കിയപ്പോൾ വൈശാഖനാണ്. അവിടെ കിടന്നടിക്കട്ടെ. അവൾ മനഃപൂർവ്വം ഫോൺ എടുത്തില്ല. 2-3 തവണ കൂടി ഫോൺ റിങ് ചെയ്തുവെങ്കിലും അവൾ അത് അറ്റൻഡ് ചെയ്തില്ല. പെട്ടെന്ന് അവളുടെ ഫോണും റിങ് ചെയ്തു. അത് വൈശാഖനായിരുന്നു. രണ്ടാമത്തെ തവണ അവൾ ഫോൺ എടുത്തു. ഹലോ. അവൾ ഫോൺ എടുത്ത് കാതിലേക്ക് വെച്ചു. എവിടെ പോയി കിടക്കുമായിരുന്നടി നീ? എന്ത് കൂത്ത് കാണിക്കുക നീ അവിടെ? അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം അവൾ കേട്ടു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ വിളിച്ചത്? അവൾ താല്പര്യമില്ലാത്ത മട്ടിലാണ് പ്രതികരിച്ചത്. നീ തനിച്ചല്ലേ ഉള്ളൂ, സൂക്ഷിച്ചോണം. ആര് വന്നാലും വാതിൽ തുറക്കരുത്. ഞാൻ അതിന് കുഞ്ഞാവോ ഒന്നുമല്ല. നിങ്ങളുടെ വിലയേറിയ ഉപദേശത്തിനു നന്ദി. അവൾ ഫോൺ വെച്ചു. വിജിയുടെ വീട്ടിൽ എല്ലാവർക്കും ആകെ സന്തോഷമായിരുന്നു. സുമിത്രയും ശേഖരനും ചെന്നപ്പോൾ കുറേയേറെ പലഹാരപ്പൊതി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അവൾക്ക് ഇഷ്ടമുള്ള നെയ്യപ്പവും പഴംപൊരിയും അച്ചപ്പവും കട്ട്ലറ്റും ലഡുവും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അച്ഛനും അമ്മയ്ക്കുമുള്ള ഊണ് ഒരുക്കുന്നതിലാണ് വിജി. ഏത് ഹോസ്പിറ്റലിലാണ് മോളെ പോയത്? സുമിത്ര മകളെ നോക്കി. ഇവിടെ മിഷൻ ഹോസ്പിറ്റലിലാണ് അമ്മേ പോയത്. അവിടെ ഒരു മൃദുല മാഡമുണ്ട്. നല്ല ഡോക്ടറാണ്. മകൾ അമ്മയോട് എല്ലാം വിശദീകരിച്ചു. ലക്ഷ്മി എങ്ങനെയുണ്ട് അമ്മേ? പാവമാണോ? ആ കുട്ടി ഒരു പാവമാണ്. ഒരു കുഴപ്പവുമില്ല. അയ്യോ, ഞാൻ ആ കുട്ടിയെ ഒന്ന് വിളിച്ചില്ലല്ലോ. ഇപ്പോൾ വരാം. അവർ ഭർത്താവിൻ്റെ അരികിലേക്ക് വേഗം ചെന്നു. അതേ, ലക്ഷ്മി മോളെ ഒന്ന് വിളിച്ചില്ലല്ലോ. ആ കുട്ടി എന്തെടുക്കുകയാണോ? ഞാൻ വിളിച്ചായിരുന്നു. അവൾ TV കാണുകയാണെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു. കണ്ടോ കണ്ടോ, അമ്മ മറന്നെങ്കിലും അച്ഛൻ മരുമകളെ മറന്നില്ല കേട്ടോ, വിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉച്ചയായപ്പോൾ ഗോപനും കട അടച്ചിട്ട് ഊണ് കഴിക്കാനായി വന്നിരുന്നു. അവർ എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഏകദേശം 2 മണിയോടുകൂടി ശേഖരനും സുമിത്രയും വിജിയോട് യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോന്നു. തിരികെ വീട്ടിലെത്തിയപ്പോൾ ഉണ്ണിമോളും വീണയും കോളേജിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും പരിപ്പ് വടയും സുഖിയനും ഒക്കെ ആയിട്ടാണ് അവർ വന്നത്. കുറച്ചു കഴിഞ്ഞതും വൈശാഖനും ജോലിക്ക് പോയിട്ട് വന്നു. ഇന്നെന്താ മോനെ നീ താമസിച്ചത്? വിഷ്ണുവിനെ കണ്ടായിരുന്നു കവലയിൽ വെച്ച്. അതാണമ്മേ. അവളുമാർ എന്തിയേ? വീണയും ലക്ഷ്മിമോളും കൂടി അപ്പുറത്തുണ്ട്. ഉണ്ണിമോൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അവർ മകന് ചായ കൊടുത്തു. വിജി എന്തു പറയുന്നമ്മേ? അവൾക്ക് ക്ഷീണം വല്ലതുമുണ്ടോ? അച്ഛൻ മേടിച്ചു കൊണ്ടുവന്ന പരിപ്പുവട കഴിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല മോനെ. അവൾക്ക് ഇങ്ങോട്ട് 2 ദിവസം വന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ, അമ്മയ്ക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ മേലായിരുന്നോ? സ്വന്തം വീട്ടിൽ നിൽക്കാൻ അവൾക്കും ആഗ്രഹമില്ലേ? ആ, ഗോപനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ സമ്മതിച്ചാൽ നിങ്ങളെല്ലാവരും കൂടി ചെല്ലുമ്പോൾ അവളോട് വരാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം അമ്മേ. അവളോട് വിഷമിക്കാതെ ഇരിക്കാൻ അമ്മ വിളിക്കുമ്പോൾ പറയണം. അയ്യോ അമ്മേ, ഓടിവായോ, വീണ ഉറക്കെ വിളിച്ചു. വൈശാഖനും സുമിത്രയും കൂടി ഓടിച്ചെന്നു. നോക്കിയപ്പോൾ ലക്ഷ്മിയുടെ വലത് കൈയിൽ നിന്ന് രക്തം വാർന്നു വരുന്നു. അയ്യോ, എന്തു പറ്റി മോളെ? സുമിത്ര അവർക്കരികിലേക്ക് ഓടി വന്നു. നാളികേരം പൊതിച്ചതാണ് അമ്മേ. വെട്ടുകത്തി തിരിഞ്ഞു വന്നു കൊണ്ടു, വീണ പറഞ്ഞു. ലക്ഷ്മി വിറയ്ക്കുകയാണ്. നിനക്ക് അറിഞ്ഞൂടെങ്കിൽ എന്തിനാ ഈ പണിക്ക് പോയത്? ആശുപത്രിയിൽ കൊണ്ടുപോകണോ അമ്മേ? വൈശാഖൻ ദേഷ്യപ്പെട്ടു. ദിനേശ് ഡോക്ടറുടെ ക്ലിനിക്കിൽ പോകാം മോനെ. അവർ ഒരു തുണിയെടുത്ത് അവളുടെ കയ്യിൽ വലിച്ചു കെട്ടി. വേണ്ടമ്മേ, ഒരിടത്തും പോകണ്ട. ഇത് പെട്ടെന്ന് കരിഞ്ഞോളും.
അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വാ, വേഗം റെഡിയാകൂ, നമുക്ക് ക്ലിനിക്കിൽ പോകാം. വൈശാഖൻ കുറേ നിർബന്ധിച്ചപ്പോൾ അവൾ പോകാൻ റെഡിയായി. കാർ ഓടിച്ചു പോകാൻ പറ്റില്ലല്ലോ. എന്നാ ചെയ്യും ഏട്ടാ? മഴയും വരുന്നുണ്ട്. വീണ മാനത്തേക്ക് നോക്കി. പറഞ്ഞ പോലെ നേരാണല്ലോ. ഒരു കാര്യം ചെയ്യ്, ബൈക്കിൽ പോയിട്ട് വരാം. നീ വാ. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ലക്ഷ്മിയും അവൻ്റെ ഒപ്പം ബൈക്കിൽ കയറി. ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമല്ലേ ലക്ഷ്മി? നീ ഇങ്ങനെ അശ്രദ്ധ കാണിച്ചാൽ എന്തു ചെയ്യും? ബൈക്ക് ഓടിക്കവേ വൈശാഖൻ അവളോട് പറഞ്ഞു. അറിയാതെ പറ്റിയതല്ലേ ഏട്ടാ, ക്ഷമിക്കൂ. പെട്ടെന്ന് അവളുടെ സംസാരത്തിൽ ഉണ്ടായ മാറ്റം അവനെ അമ്പരപ്പിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നതും ഡോക്ടർ അവളുടെ കൈ പരിശോധിച്ചു. സാരമില്ല, സ്റ്റിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഒരാഴ്ച കൊണ്ട് മുറിവ് ഭേദമാവും. ഡോക്ടർ ദിനേശ് കാര്യങ്ങൾ ലക്ഷ്മിയോടും വൈശാഖനോടും പറഞ്ഞു. ഇരുമ്പ് കത്തിയല്ലേ കൊണ്ടത്? എന്തായാലും നമുക്കൊരു TT എടുത്തേക്കാം. ഡോക്ടർ അത് പറയുകയും ലക്ഷ്മി ഞെട്ടിയത് വൈശാഖൻ കണ്ടു. വേണ്ട ഡോക്ടർ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുതിയ കത്തിയായിരുന്നു, തുരുമ്പൊന്നും എടുത്തതല്ല. എന്താ ലക്ഷ്മി ഇത്? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഒരു ഇഞ്ചക്ഷൻ്റെ കാര്യമല്ലേ ഉള്ളൂ. വൈശാഖനും അങ്ങനെ പറഞ്ഞതോടെ ലക്ഷ്മി നിസ്സഹായയായി. ഒരു സിസ്റ്റർ വന്ന് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി വന്നു. ഇങ്ങനെ പേടിച്ചാൽ മുൻപോട്ടൊക്കെ എന്നാ ചെയ്യും? ഒരു സിസ്റ്റർ പറയുന്നത് അവർ രണ്ടാളും കൂടി ഇറങ്ങിയപ്പോൾ കേട്ടു. മുൻപോട്ട് എന്ത് കാര്യമാണ് ഇത്രയ്ക്ക് സംഭവമായിട്ടുള്ളത്? അവരുടെ ഇഞ്ചക്ഷൻ. ഓ, എന്ത് വേദനയാണ് ഉള്ളത്. ലക്ഷ്മിക്ക് ദേഷ്യം വന്നു. മോളെ ലക്ഷ്മി, ഒരു സ്ത്രീ പൂർണ്ണതയിലെത്തുന്നത് അവളൊരു അമ്മയാകുമ്പോഴാണ്. അത് അവർക്കറിയാം. നീ ഇപ്പോഴും അശോകൻ മുതലാളിയുടെ കുഞ്ഞിയല്ലേ? അതിനപ്പുറം നീ എൻ്റെ ഭാര്യയാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ എന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതാണ്. ഇവർക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാണ്? കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരിയെയും കണ്ടാൽ ഇവറ്റകളുടെ വായിൽ ഇതേ വരുള്ളൂ. ലക്ഷ്മി അവൻ്റെ ഒപ്പം ബൈക്കിൽ കയറി. കുറച്ചങ്ങ് ചെന്നതും തട്ടുകടയിൽ നിന്ന് നല്ല മൊരിഞ്ഞ ദോശയുടെയും ചിക്കൻ ഫ്രൈയും ഓംലെറ്റും ഒക്കെ രസിപ്പിക്കുന്ന ഗന്ധം വരുന്നുണ്ടായിരുന്നു. നിനക്ക് ഓംലെറ്റ് വേണോ? എനിക്കൊന്നും വേണ്ട, വേഗം പോയാൽ മതി, അവൾ അലസഭാവത്തിൽ പറഞ്ഞു. കൈക്ക് വേദനയുണ്ടോ? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണോ? ഒന്നും വേണ്ട, ഒന്ന് വേഗം വണ്ടി വിട്. എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. അവൻ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി. ആ, തൻ്റെ അച്ഛനാണ്. ഇതാ. ഹലോ അച്ഛാ. ആ, കുഴപ്പമില്ല. വേണ്ട, വരണ്ട. അമ്മേ? ഇല്ലമ്മേ, പ്രോബ്ലം ഇല്ല. ഇതാ, അമ്മ പറഞ്ഞു ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കാൻ. ഹലോ അമ്മേ. ഇഞ്ചക്ഷൻ എടുത്തു. സ്റ്റിച്ചിടേണ്ട കാര്യമില്ല. ചെറിയ മുറിവേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ അച്ഛാ. ഇല്ല, പ്രോബ്ലം ഇല്ല. ഉവ്വ്. അതെ, ഞാൻ വണ്ടി ഓടിക്കുക. ഓക്കേ. വൈശാഖൻ ഫോൺ കട്ട് ചെയ്തിട്ട് പോക്കറ്റിലിട്ടു. എന്നിട്ട് വീണ്ടും വണ്ടി മുൻപോട്ടെടുത്തു. എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് വരുവോടി നിന്നെ കാണാൻ? വേണ്ടി വന്നാൽ വരും. കാണണോ? അയ്യോ വേണ്ടേ. മഴ ചന്നം ഭിന്നം പെയ്യാൻ തുടങ്ങിയിരുന്നു. അവർ വീടെത്തിയപ്പോൾ എല്ലാവരും ഉമ്മറത്തിരിക്കുകയാണ്. എന്തു പറഞ്ഞു മോനെ? മോളെ, എങ്ങനെയുണ്ട്? സുമിത്ര വേഗം മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. കുഴപ്പമില്ല അമ്മേ, കുറച്ചു ദിവസം കൊണ്ട് മാറിക്കോളും. ലക്ഷ്മി അകത്തേക്ക് കയറി. സൂക്ഷിക്കണം കേട്ടോ, പരിചയമില്ലാത്ത ജോലിയൊന്നും ചെയ്യേണ്ട ഇനി. ശേഖരൻ വാത്സല്യത്തോടെ അവളെ നോക്കി. ചോ, നാളെ ഇനി എങ്ങനെ നമ്മൾ പോകും? എന്തെല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു? ഉണ്ണിമോൾ വിഷണ്ണയായി. എവിടെ പോകുന്ന കാര്യമാടി? വൈശാഖൻ അവളെ നോക്കി. ഏട്ടാ, നാളെയല്ലേ വിജി ചേച്ചിയുടെ അടുത്ത് നമ്മൾക്ക് എല്ലാവർക്കും കൂടി കാറിൽ പോകാം എന്ന് പറഞ്ഞിരുന്നത്? ഓ ശരിയാ, ഞാനത് മറന്നു. നാളെ നിനക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ മോനെ? നാളെ ശനിയാഴ്ചയല്ലേ? നാളെ വ്യാപാരി വ്യവസായി ഹർത്താലാണ്. അതുകൊണ്ട് നാളെ എനിക്ക് പോകേണ്ട അച്ഛാ. പറഞ്ഞ പോലെ ഇനി എങ്ങനെ പോകും നമ്മൾ? വീണയും ആലോചിച്ചു. ലക്ഷ്മി ഊറിച്ചിരിക്കുന്നത് ഒളികണ്ണാൽ വൈശാഖൻ കണ്ടു. ഏട്ടന് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു എങ്കിൽ നിങ്ങൾ 3 പേരും പോയാൽ മതിയായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. ശരിയാ വല്യേട്ടാ, വല്യേട്ടൻ ഉടനെ തന്നെ ഡ്രൈവിംഗ് പഠിക്കണം, ഉണ്ണിമോൾ അവനെ പ്രോത്സാഹിപ്പിച്ചു. അതൊക്കെ ഇനി നാളത്തെ കാര്യമല്ലേ മോളെ ലക്ഷ്മി. നീ മുറിയിലേക്ക് പോയി റെസ്റ്റ് എടുക്ക്, ശേഖരൻ പറഞ്ഞതും എല്ലാവരും പിരിഞ്ഞുപോയി.